ഹായ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ അങ്ങനെ 2 മാസത്തെ അവധിക്ക് ശേഷം ഇന്ന് സ്കൂൾ തുറക്കലായി. രണ്ടാളും റെഡി ആയിട്ടുണ്ട്. അല്ലേ ലോകു എന്തിന് ഇങ്ങനെ പഠിക്കുന്നത്? അപ്പൊ നമ്മ പുതിയ മൈക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടാ. എന്താ കൊറേ പറയുന്നത് അമ്മേന്റെ ഒച്ച അങ്ങനെ കേൾക്കുന്നില്ലാന്ന്. അപ്പൊ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആയിട്ടാണ് കേട്ടോ അത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. ഇതാണ് രണ്ടാളും കൂടി സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഓക്കെ, അപ്പൊ എന്തുണ്ട് പുതിയ സ്കൂളിലേക്ക് പോന്നേ? അപ്പൊ ഇന്നത്തെ വെച്ചാല് ലോകൂടെ പുതിയ സൈക്കിളിൽ സ്കൂളിൽ പോകാന്നെല്ലാം വിചാരിച്ചു തന്നെയാണ്. അത് അടിച്ചു മാറ്റിയിട്ട് സൈക്കിള്. ഏതായാലും എനക്കിന്ന് ലോകിന്റെ സ്കൂളിൽ പോണം. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം അവിടെ പ്രവേശനോത്സവം പരിപാടിയെല്ലാം ഉണ്ട്. അതിന്റെ പിന്നെ കുറച്ച് വലിയ ക്ലാസ്സിലെത്തിയില്ലേ. അപ്പൊ ഞാൻ പോകുമ്പം എന്താ പറയുക വണ്ടിയിൽ കൂട്ടാന്ന് വിചാരിച്ചു. സൈക്കിൾ അതുകൊണ്ട് അതിക്കൂടെ എടുക്കുന്നത്. അതിക്കൂടെ ഒന്നിച്ചില്ലേ കുഞ്ഞുങ്ങളെല്ലാം പുതിയ ചെരുപ്പ് അതിക്കൂടെ ഒന്നിച്ചില്ല കുഞ്ഞുങ്ങളെല്ലാം പിന്നെ സൈക്കിൾ എടുത്തിട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടാൾക്കും മിക്കവാറും സൈക്കിള് അതിക്കൂട്ടനും കൂടി വേണ്ടി വരും. ലോകിൻ്റെ ഒരു പഴയ സൈക്കിളായില്ല, അത് അതിക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല. എന്താ വെച്ചാൽ അത് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇന്ന് അതിക്കൂട്ടൻ ലോകിൻ്റെ സൈക്കിൾ എടുത്തിട്ടാ പോകുന്നുട്ടാ. നല്ല സങ്കടമുണ്ട്. പക്ഷെ മനസ്സോടെ തരുന്നതാണ്. എന്തിനിപ്പോ മോളെ കുടിക്കുന്നത്? ഭയങ്കര ചൂട്. ഇന്ന് ഉച്ചരല്ലോ വന്നിട്ട് അതിക്കുട്ടന്റെ ഫ്രണ്ട് അവിടെ കാത്തിക്കുന്നുണ്ട്. ആളും പുതിയ സൈക്കിൾ മേടിച്ചിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ടാണ് അതിക്കുട്ടന് പുതിയ സൈക്കിൾ എടുത്തിട്ട് തന്നെ പോണമെന്നില്ലേ. അതെ അതെ, ലഘുവാ സാരല്ലാട്ടാ, നാളെ മുതൽ നമുക്ക് എടുക്കാം. അതിക്കൂട്ടൻ എന്തെങ്കിലും വഴിയാക്കേണ്ടി വരും ഇപ്പൊ സൈക്കിളില്. നമുക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് സൈക്കിൾ ആക്കി കൊടുത്താൽ സാറിന്റെ അടുത്ത് പൈസ ഇല്ല. ഭയങ്കര വെയിലല്ലേ, കുറച്ച് മാറി സംസാരിക്കാം. എന്തായിട്ട് ഓനും സൈക്കിൾ കൊണ്ട് പോകാനാവില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഡെയിലി കൊണ്ടാക്കാൻ പോകേണ്ടി വരും. പിന്നെ ബസ്സിന് എന്തായിട്ട് പോയി കഴിഞ്ഞാല് നമ്മളെ ഇവിടുന്ന് 9:20 ബസ്സില്ലു. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ സമയത്തിന് സ്കൂൾ എത്തൂല. ലോകോട്ടം മുന്നേലും സ്കൂൾ ബസ്സിലാന്ന് പോല്. ഇപ്പൊ കൊറേ നാളായിട്ട് പിന്നെ സൈക്കിളിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ സൈക്കിളിലാന്ന് അന്നേരം പോല്. അവര് സൈക്കിൾ ഉണ്ട്, പക്ഷെ അത് ലോകടനും പുതിയ സൈക്കിൾ കിട്ടിയ പിന്നെ അതിനെ വേണ്ട. എന്നാ പിന്നെ അതെടുത്തിട്ട് നീ സ്കൂളിൽ പോയിക്കോ. ആദ്യം മറ്റേ സൈക്കിൾ എടുത്തോട്ട്. എങ്ങനെയുണ്ട്? ലോകു ഗിയർ സൈക്കിൾ വേണമെന്ന് അത്രയും ആഗ്രഹിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അതിനെ ഞാൻ കൊണ്ടാക്കാന്നാ വിചാരിച്ചിരുന്നു സ്കൂളിൽ. പക്ഷെ അവൻ്റെ ഫ്രണ്ട്സിനും കൂടി സൈക്കിൾ മേടിച്ചാൽ പിന്നെ ഓനും സൈക്കിൾ എടുത്തിട്ട് പോകണം തന്നെ വാശി പിടിക്കുന്നു. അമ്മയും കൂടി വേഗം റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. നമുക്ക് എന്നിട്ട് പോവാം. അപ്പോ നമ്മ അങ്ങനെ പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ലോകൂട്ടനാന്ന് വാതിലെല്ലാം പൂട്ടുന്നു. ലഗോസ് എന്താ മറന്നുവാ? ആ പുതിയ ചെരുപ്പ് ഇടാൻ വേണ്ടിട്ട്. അതാ മറ്റേ ഇതില്ലേ സ്പോഞ്ച് പോലത്തെ പഞ്ഞി പോലത്തെ, അതിന്റെ പുറത്ത് അങ്ങനെ ആയതുകൊണ്ടാന്ന് അങ്ങനെ പൊടി പിടിക്കുന്നു. പക്ഷെ അതിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് അതി പോയിട്ടുണ്ടായിന്. നല്ലുണ്ട്. ഇപ്പം തന്നെ ഏകദേശം സമയമായിട്ടാ. 9:30 ഉദ്ഘാടനം തുടങ്ങുന്ന അറിഞ്ഞിന് പ്രവേശനോത്സവത്തിൻ്റെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും കുറേ അമ്മമാരും രക്ഷിതാക്കളെല്ലാം കൂടി ടീച്ചേഴ്സെല്ലാം കൂടിയിട്ട് സ്കൂള് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഷോർട്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ സ്കൂള് തുറക്കുന്നതിന് മുന്നേ നമ്മളെല്ലാം പോയി എല്ലാവരും കൂടി ക്ലീനെല്ലാം ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവമായി. കേട്ടാ അമ്മയില്ല കേട്ടോ. അമ്മ കോഴിക്കോട് പോയിട്ടായില്ലേ. നമ്മ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായില്ലേ സബിയാൻ്റീൻ്റെ അവിടെ പോയിട്ടായില്ലേ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മ കുറേ കാലമായിട്ട് കാലിലെ മുട്ടുവേദനക്ക് കാണിക്കുന്നത്. അപ്പോൾ 2-3 ദിവസം അവിടെ നിന്നിട്ട്
ഇന്ന് കാലെല്ലാം കാണിച്ച് പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അമ്മ എല്ലായിടത്തും ഒറ്റക്ക് പോകും. വയനാട്ടിലായാലും സബിയാൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ കുറേ പ്രാവശ്യം ആയാലും ഒറ്റക്ക് തന്നെ പോവും. ആൾ ബസ്സിൽ എല്ലായിടത്തും പോകും. ട്രെയിനിലും ഒറ്റക്ക് പോകാൻ പേടിയാണ്, ബസ്സിലാണ് കൂടുതലും പോകൽ. അപ്പോൾ പിന്നെ നമ്മ പോയിട്ടാ എന്താ വെച്ചാൽ അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ സ്കൂൾ തുറക്കാനാകുമ്പോഴത്തേനും എത്താൻ പറ്റില്ല. അതെല്ലാം കൊണ്ട് അല്ലേ രാവിലെ തന്നെ അമ്മമ്മ വിളിച്ച് ചോദിച്ച് റെഡിയായോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലല്ലേ. പോവാ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ലോകുട്ട സ്കൂളെല്ലാം അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ഞാൻ ലോകൂട്ടനും കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തുമ്പോഴത്തേക്കും പരിപാടിയെല്ലാം തുടങ്ങുന്നതേ ഉണ്ടായിട്ടു. പുതുതായിട്ട് ഈ ഒരു അധ്യയന വർഷം നമ്മൾ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഘോഷയാത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. ഇതാ തലയിൽ കിരീടെല്ലാം വെച്ച് മുന്നിൽ നടന്നു വരുന്ന ഈ കുട്ടികളാണ് ഈ വർഷം നമ്മൾ സ്കൂളിലേക്ക് എത്തിയ പുതിയ കുട്ടികൾ. ഘോഷയാത്രയ്ക്ക് ശേഷം പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം 5ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് വരുന്ന കുട്ടികളിൽ നിന്ന് LSS നേടിയ കുട്ടികൾക്കിലെ അനുമോദനം, അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് USS നേടിയ കുട്ടികൾക്കും, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് SLC +2 ഫുൾ A+ നേടിയ കുട്ടികൾക്കിലെ അനുമോദനവും അതിനുശേഷം ലഡു വിതരണങ്ങളെല്ലാം നടന്നു. അതിനുശേഷം കുട്ടികൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച അഖിൽ ചന്ദേരൻ്റെ നാടൻ പാട്ട് പരിപാടിയും കൂടി ഉണ്ടായിട്ടുണ്ടായിനി കേട്ടോ. അതാ കുട്ടികളെല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇത്രയേരം ഞാൻ ഒറ്റക്ക് പോസ്റ്റ് അടിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മളെല്ലാം വന്നില്ലേ? രണ്ടുപേരും വന്നേ പിന്നെ നിനക്ക് ആളായത്. 2 ആളെയും മക്കള് LP സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇപ്പം വന്നതിന് അത്ര പരിപാടി സൂപ്പറായിട്ട് അടിപൊളി കേട്ടോ. നമ്മ ഇവിടെ ഇപ്പൊ 2-3 കൊല്ലമായി ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇത്രയും നല്ലൊരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടാ. നാടൻ പാട്ട് അടിപൊളിയായി, പിള്ളേരെല്ലാം തകർത്ത് എന്ന് പറയാം. ഇനിയിപ്പൊ നല്ല സദ്യയും പായസമെല്ലാം ഉണ്ട്, അത് കഴിച്ചിട്ട് വരാം. ഹായ്. അങ്ങനെ നമ്മ സ്കൂളെല്ലാം പോയി തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലല്ലോ കൂട്ടാ. എങ്ങനെയുണ്ടായിനി ഇന്ന് പുതിയ ദിവസം? കൊറേ ഫ്രണ്ട്സിനെല്ലാം കിട്ടി. ഓൾറെഡി നിനക്ക് ഫ്രണ്ട്സ് ഇല്ലേ? പുതിയ സ്കൂളൊന്നല്ല. ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ നമ്മൾ അടിച്ചു പൊളിച്ചു. അതെ, നല്ല പരിപാടിയാണ്. ഒരു മാഷുണ്ട് പാട്ടെല്ലാം പാടിയിട്ട്. ഒരു ഏട്ടനാണ് നല്ല നാടൻ പാട്ടിന്റെ പരിപാടി ഉണ്ടായിന്. നമ്മക്കടക്കം ഭയങ്കര ഇഷ്ടമായി. കുട്ടികളെല്ലാം നല്ല എൻജോയ് ചെയ്തു പറഞ്ഞാല് ഭയങ്കര ഡാൻസും കാര്യങ്ങളിലായിട്ട് അടിപൊളി പരിപാടി ആയിട്ടുണ്ടായിന്. നമ്മ ഇത്രയും നാളായിട്ടുണ്ടായിട്ട് ഇത്രയും നല്ലൊരു പരിപാടി കണ്ടിട്ട്. അത്രയും കുട്ടികള് പുതുതായിട്ട് വന്ന കുറെ കുട്ടികളുണ്ടായിന്. പിന്നെ 5ാം ക്ലാസ്സിലേക്ക് അല്ലേ, അപ്പൊ 6ാം ക്ലാസ്സിലേക്കും കുറെ കുട്ടികൾ പുതുതായിട്ട് വന്നവരുണ്ടായിന്. 7ാം ക്ലാസ്സിലേക്ക് ഒറ്റൊരു കുഞ്ഞു മാത്രമേ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. നല്ല സദ്യയും പായസം ഉണ്ടായിനി, പാലട പായസം അല്ലേ, അതെല്ലാം കഴിച്ചു. പിന്നെ ലോകൂട്ടന് സ്കൂളിൽ നിന്ന് കിറ്റ് കിട്ടിയിട്ടുണ്ടായിന്, സമ്മാനം എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായി കേട്ടാ. പുതുതായിട്ട് വന്നായിരിക്കാന്ന് സാധാരണ ഉണ്ടാവല്, പക്ഷെ ഇപ്രാവശ്യം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ലേ ഉണ്ടായി, എല്ലാവർക്കും കിട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും കിട്ടീനാ ഇതേവരെ പുസ്തകം?
കിട്ടി. നമുക്ക് ഓർമ്മയില്ല. നീ 5ാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോ കിട്ടിയിട്ടുണ്ടായത് അതാ ഓർമ്മയുണ്ട്. വരിയില്ലാത്തയാണ്. എല്ലാം വരുത്താൻ ഇപ്പൊ 5 വാങ്ങിച്ചാലിന് 2 ബുക്ക് കിട്ടി. പിന്നെ വാങ്ങിച്ചാലാണ് വേറെ ഏത് പരിപാടിക്ക് 1 ബുക്ക് കിട്ടി. പിന്നെ എന്താ 5 പെന്നും ഉണ്ട്, ഒരു ബുക്കായി. പെന്നും ഉണ്ട്, ഫയലും ഉണ്ട്. പെന്നിതാ, പിന്നെ അതിൻ്റെ ഉള്ളിലെ പിന്നെ ഒരു ഫയലും ഉണ്ട്. വരയില്ലാത്ത പുസ്തകം ഇത്രയും വേണ്ടി വരും. അതാ പെന്ന് തോന്നും. എന്താ പിന്നെ അപ്പൊ 5 ഗണിതവും സയൻസും ആയില്ലിപ്പം. അപ്പൊ നമ്മ സ്കൂളിൽ ഭക്ഷണം കഴിച്ച് ഇന്ന് നല്ല പരിപാടിയെല്ലാം ഉണ്ടായോണ്ട്, അല്ലെങ്കിൽ ഞാനും ആ സുദേശി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന് വരാൻ വേണ്ടിയിട്ട്. എന്റെ ഫ്രണ്ട് ഞങ്ങൾക്ക് അറിയാലോ, വീഡിയോയിലെല്ലാം കാണുന്നത്. അപ്പൊ നമ്മ ഒരുമിച്ച് പോയി ഭക്ഷണം എല്ലാം ഉണ്ടാക്കാൻ എപ്പോ സഹായിക്കുന്നതാണ്. ഇന്ന് ഞാനും ലോകു പോകുമ്പോഴേ പോകുന്നു. ആ സുദേശിയും കുറച്ച് വൈകിട്ടാ വന്നിന്. പിന്നെ ഇത്രയും നല്ല പരിപാടി ആകുമ്പോൾ നമ്മ അത് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറെ സഹായിച്ചു. അവരെ പാത്രം കഴുകാനും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി ഒരുപാട്. അപ്പം എല്ലാരും കൂടി പാത്രെല്ലാം കഴുകി കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് വൈകുന്നേരം ആയിന് അല്ലേ നമ്മൾ എത്തുമ്പോ 4 മണി ആയിട്ടുണ്ടായിന്. 4 ആയിട്ടുണ്ടാവും. ഉച്ചക്ക് സ്കൂൾ വിട്ടിന്, എത്തുമ്പോ 4 മണി ആയിട്ടുണ്ടായിന്. അങ്ങനെ പുതിയൊരു അധ്യയന വർഷം വീണ്ടും തുടങ്ങി. അതെ, അപ്പം എല്ലാരും ഷോപ്പിംഗ് ആയിരിക്കും ഇപ്പം. പുതിയ സ്കൂളിൽ പോകാനല്ലേ. ഷോപ്പിംഗ് എല്ലാം അന്നേ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? സ്കൂളിൽ പോകുന്നതിന് മുന്നേ അല്ലേ ഷോപ്പിംഗ് എല്ലാം ചെയ്യല്. ഇനിയിപ്പോ നമുക്കിനി പുസ്തകം എല്ലാം ആയിട്ടുണ്ടാവും അല്ലേ ഏകദേശം. കുറച്ച് പുസ്തകം ഇതിനിടയ്ക്ക് ഒരു ദിവസം വാങ്ങിയിട്ടുണ്ടായി. ഇനി ബാക്കി പുസ്തകം പിന്നെ വാങ്ങി. ഇന്നലെ മിനിയാന്ന് പോയിട്ട് വാങ്ങി. പിന്നെ കുറച്ച് പുസ്തകം വായനശാലയിൽ ഇന്നലെ പരിപാടി ഉണ്ടായിന്. അതിന്ന് കുറച്ച് പുസ്തകം കിട്ടി, നോട്ട്സ്. പിന്നെ ഇന്നിതിപ്പം കിട്ടി. അപ്പം ഇനി വേണ്ടി വരില്ല അല്ലെ? വേണ്ടിയല്ല, ഇതന്നെ മതിയാവുന്നാന്ന് തോന്നുന്നു. വരിയില്ല, മൊത്തം കിട്ടിയത് വരയില്ലാത്തയാണ്. 5 പേരില്ലാത്ത വരയില്ലാത്ത 4 കുറച്ച് പേരില്ലേ. വാങ്ങും ചെയ്തിന് അല്ലേ. വരയില്ലാത്ത കുറച്ച് മണിക്കൂർ ചെയ്തിരുന്നു. പിന്നെ പിന്നെ ഇനി ലോകൂട്ടൻ 7ാം ക്ലാസ്സിലേക്ക് ആയിട്ടാ. ആ സ്കൂളത്തെ മൂത്ത സീനിയർ സ്റ്റുഡൻസ് ആയി. 7 വരെയാന്ന് UP സ്കൂളില്. ഇനിയിപ്പം അടുത്ത കൊല്ലം അതികുടന്റെ സ്കൂളിലേക്കാണ് പോകണ്ട്, 8ാം ക്ലാസ്സിലേക്ക്. 10ലായി ഈ പ്രാവശ്യം. അടുത്ത കൊല്ലം ഞാൻ അടുത്തേക്ക് +1. പിന്നെ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അതികൂടം കുളിക്കാൻ കയറിയിട്ടായില്ലേ. അതികൂടം കുളിക്കാൻ കയറിയിട്ടായില്ലേ. അപ്പൊ പുതുതായിട്ട് ഇന്ന് സ്കൂളിലേക്ക് പോകുന്നവരും പുതിയ അധ്യയന വർഷത്തിലേക്ക് ഇന്ന് പോയവർക്കും എല്ലാവർക്കും ഒരുപാട് ആശംസകള്. ഇനിയും പഠിച്ച് എല്ലാ മക്കളും നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ അല്ലെ ലോകൂട്ടാ. അതോടൊപ്പം ലോകൂട്ടനും അതികൂട്ടനും നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിനി. അമ്മ നാളെ എത്തൂലു. ഇപ്പൊ ഡോക്ടറെ എല്ലാം കണ്ട് വന്നു എന്ന് പറഞ്ഞു. പിന്നെ വേറെ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുട്ടികൾ സ്കൂളിൽ പോകുന്ന അങ്ങനെ ചെറിയ വിശേഷങ്ങളായിട്ട് എടുത്തയാന്ന്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.